ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജേർണി വിത്ത് റനായ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ കൂട്ടുകാരെ? അപ്പോൾ ഞാനും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ? എല്ലാവരും എല്ലാ കാര്യങ്ങളും നന്നായിട്ടൊക്കെ ചെയ്തു പോകുന്നുണ്ടോ? എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ? എന്തൊക്കെയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ എന്നെയും കൂടിയൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. താഴെ കോമൻറ്റായിട്ടും അല്ലാതെ പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് അയച്ചും ഒക്കെ എന്നെ അറിയിക്കുക കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇപ്പോൾ ഫസ്റ്റ് ടൈമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ പറ്റുമെന്നുണ്ടെങ്കിൽ റെഫർ ചെയ്യുക. ഞാൻ എല്ലാ വീഡിയോസിനകത്ത് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് വിട്ടുപോകും കേട്ടോ. ഇങ്ങനെയൊക്കെ പറയണം എന്ന് പറഞ്ഞാണ് ആക്ച്വലി വീഡിയോ ഓപ്പൺ ആക്കുന്നത്, പക്ഷേ ഞാൻ ആക്ച്വലി പലപ്പോഴും അതൊക്കെ പറയാനങ്ങ് വിട്ടുപോകും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യുക നമ്മുടെ ചാനൽ. പിന്നെന്താണ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കൂടുതലായിട്ട് സംസാരിച്ച് വലിച്ച് ഇഴപ്പിക്കാതെ നമുക്ക് നേരെ കോണ്ടന്റിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് മെയിനായിട്ട് എസ്പെഷ്യലി ഫോർ ഫ്രഷർ ടീച്ചേഴ്സാണ്. ഓക്കെ, അതായത് അപ്പം നിങ്ങൾ ഓൾറെഡി തംബ്നെയിൽ കണ്ടു കാണും, ഫസ്റ്റ് ഡേ ആസ് എ ടീച്ചർ അല്ലേ? നമ്മൾ ഫസ്റ്റ് ഡേ ആസ് എ സ്റ്റുഡൻറ്റ് നമ്മൾ പണ്ട് സ്കൂളിൽ പോയിട്ടുള്ളത് പോലെ ഫസ്റ്റ് ഡേ ആസ് എ ടീച്ചർ. ഓക്കെ, അപ്പോൾ ഫ്രഷേഴ്സ് ആയിട്ടുള്ള ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ബി എഡൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ആദ്യമായിട്ടൊരു സ്കൂളിൽ ജോയിൻ ചെയ്യുമല്ലോ. അപ്പം നമ്മൾ നമ്മുടെ മനസ്സിൽ വെക്കേണ്ട അല്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള പോയിൻറ്റ്സ് ആണ് കേട്ടോ. ഞാൻ പണ്ട് ചെയ്തതും പറയാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് ആണ് ഇന്ന് മെൻഷൻ ചെയ്യുന്നത്. സോ അപ്പോൾ അത് ഫ്രഷേഴ്സ് ആയിട്ടുള്ള ടീച്ചേഴ്സിന് യൂസ്ഫുൾ ആവും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്താണെന്നുള്ള കാര്യം പറയാം. ഇത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, പുതിയതായിട്ട് ആദ്യമായിട്ട് സ്കൂളിൽ ബി എഡൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ റെഡിയായി ഇരിക്കുകയാണല്ലേ നമ്മൾ പഠിപ്പിക്കാൻ പോകാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന ബി എഡ് കഴിഞ്ഞ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സാണ് കേട്ടോ ഇന്നത്തെ. ക്ലാസ് അല്ല, പോയിൻറ്റ്സ് ആണ് ഇന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ പോയിന്റ് എപ്പോഴെന്ന് പറയുന്നത്, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഒരു ഷോർട്ടാക്കി കാണിക്കും കേട്ടോ, സ്ക്രീൻഷോട്ട് പോലെ വന്നോളും. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു സ്കൂളിൽ ഫസ്റ്റ് ഡേ ആണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ അന്നത്തെ ദിവസം നേരത്തെ സ്കൂളിൽ എത്തുക എന്നുള്ളതാണ്. അറൈവ് ഏർലി. ഓക്കെ, അറൈവ് ഏർലി അറ്റ് ദ സ്കൂൾ. അപ്പോൾ അത് നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻറ്റ് ആവാനും നമ്മുടെ ആ ഒരു ടെൻഷൻ റെഡ്യൂസ് ആവാനും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ്. ഒരു ഫസ്റ്റ് ഡേ നമ്മളൊരു പുതിയ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. ദറ്റ് ഫീലിംഗ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഓക്കെ, നമ്മൾ ഒരു പുതിയ കരിയർ സ്റ്റാർട്ട് ചെയ്ത് നമ്മളൊരു ടീച്ചറായിട്ട് ഒഫീഷ്യലി ഒരു ടീച്ചറായിട്ട് ബി എഡ് ട്രെയിനിങ്ങിന് പോയ സമയത്ത് നമ്മൾ ടീച്ചറായിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മൾ ടീച്ചറെ എന്നൊക്കെ കുട്ടികൾ വിളിക്കുന്ന കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ മാം എന്നൊക്കെ ഇപ്പോഴാണ് കുട്ടികൾ, ഞാനൊക്കെ ബി എഡിന് പോയ സമയത്ത് ആദ്യമായിട്ട് കുട്ടികൾ വിളിച്ച് കേട്ടപ്പോൾ ഭയങ്കര അയ്യോ നമ്മളെ ടീച്ചറേനൊക്കെ വിളിക്കുന്നു, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ ട്രെയിനിങ് ആയിട്ടിരുന്ന സമയത്താണ്. അപ്പോൾ അതെല്ലാം മാറിക്കഴിഞ്ഞ് നമ്മൾ ഒഫീഷ്യലായിട്ട് നമ്മളൊരു ടീച്ചർ എന്നുള്ള ബി എഡൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു, നമ്മുടെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി, നമ്മളൊരു സർട്ടിഫൈഡ് ടീച്ചറായിട്ട് ഫസ്റ്റ് ഡേ വി ആർ ഗോയിങ് ടു ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആസ് എ ടീച്ചർ. അപ്പോൾ അത് തുടക്കം പിഴച്ചിരുന്നാൽ ഒടുക്കം പിഴയ്ക്കും. അപ്പോൾ തുടക്കം നല്ലതാണെങ്കിൽ നമ്മുടെ കരിയറും സ്മൂത്തായിട്ട് പോകും അല്ലേ? അപ്പം നമ്മൾ ഫസ്റ്റ് നോക്കേണ്ട സംഗതി എന്ന് പറയുന്നത് രാവിലെ കുറച്ച് നേരത്തെ, പ്രത്യേകിച്ച് ഫസ്റ്റ് ഡേ, എല്ലാ ദിവസമൊന്നും ഞാൻ പറയുന്നില്ല, ഫസ്റ്റ് ഡേയിൽ നമ്മൾ അന്നത്തെ ദിവസം കുറച്ച് നേരത്തെ എത്താനായിട്ട് നോക്കുക. സോ അറൈവ് ഏർലി അറ്റ് ദ സ്കൂൾ, ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ആൻഡ് ഇമ്മീഡിയറ്റ് പോയിന്റ് കേട്ടോ. പിന്നെ ഈ പുറത്തുനിന്നൊക്കെ കുറച്ച് സൗണ്ടൊക്കെ കേൾക്കുമായിരിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കുക. ഡേ ടൈമിലാണ് എനിക്ക് കൂടുതലും വീഡിയോസ് എടുക്കാനായിട്ട് പറ്റുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അപ്പുറം ഇപ്പുറയൊക്കെ കുറച്ച് പണികളൊക്കെ നടക്കുന്നതുകൊണ്ടാണ് ഈ സൗണ്ടൊക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ ഫസ്റ്റ് ഡേ ആണ്. നമുക്ക് വി ഡോണ്ട് ഹാവ് എനി ഐഡിയ അബൌട്ട് ദ ചിൽഡ്രൻ അല്ലേ, ഹൗ ദേ ഗോയിങ് ടു ബിഹേവ്. സോ വി ഡോണ്ട് ഹാവ് എനി ഐഡിയ അബൌട്ട് ദ ചിൽഡ്രൻ. അപ്പോൾ ഓൾവേസ് നമ്മൾ എന്താണ്, ഗ്രീറ്റ് ദ ചിൽഡ്രൻ വിത്ത് എ പോസിറ്റീവ് സ്മൈൽ. ഓക്കെ, ചില ആൾക്കാർ ചിരിക്കും, ഇത്രയേ ഉള്ളൂ ചിരി, അതായത് ടെൻഷൻ കാരണം ചിരി പുറത്ത് വരാത്തതാണോ എന്താണോ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിലാണ് പോകുന്നത് അല്ലേ. സോ ഗീവ് ദം എ കംപ്ലീറ്റ് സ്മൈൽ. നന്നായിട്ട് ചിരിച്ചേക്കുക കേട്ടോ. ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സ്മൈൽ അവർക്ക് കൊടുക്കുക ആൻഡ് ഗ്രീറ്റ് ദം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഒരു സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഗ്രീറ്റ് ചെയ്യുക, അതോടൊപ്പം
നമ്മുടെ ക്ലാസ്സിൽ ചെന്നതിന് ശേഷം ഗിവ് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് യുവർ സെൽഫ്, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. നിങ്ങളെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക കുട്ടികൾക്ക്. ഫസ്റ്റ് ഡേ പ്രത്യേകം എന്തായാലും അവർ നമ്മൾ പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ ഇങ്ങനെ കണ്ണും പിഴിച്ചിരിക്കും. ഫസ്റ്റ് ഡേ മാത്രമേ നമുക്ക് അങ്ങനെ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം നമുക്ക് പറയാനുള്ള കാര്യങ്ങളും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണ് ആ ക്ലാസ്സിൽ നിന്നുള്ള കാര്യമൊക്കെ ആ ഫസ്റ്റ് ഡേയിൽ തന്നെ പറഞ്ഞേക്കുക. അപ്പോൾ നിങ്ങളെക്കുറിച്ചൊരു ഇൻട്രൊഡ്യൂസ് ചെയ്യുക. നിങ്ങൾ എന്ത് സബ്ജക്റ്റ് പഠിപ്പിക്കാൻ വന്നു, നിങ്ങളുടെ പേരെന്താണ്, പിന്നെ വേർ ആർ യു ഫ്രം, അതേപോലെ കുട്ടികളോടൊന്ന് കുറച്ച് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു, നിങ്ങളുടെ ഹോബീസ്, അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞ് കുട്ടികളുമായിട്ട് ഒരു ഗുഡ് റാപ്പോ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇനി എനിക്ക് അടുത്ത ഒരു തേർഡ് പോയിന്റ് ആയിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഡോണ്ട് സ്റ്റാർട്ട് ദ ലെസൺ ഓൺ ദ ഫസ്റ്റ് ഡേ, ഇൻസ്റ്റെഡ് യു നോ ദ ചിൽഡ്രൻ. ഓക്കെ. നമ്മളൊരു സ്കൂളിൽ ആദ്യമേ ചെന്ന് നമ്മുടെ ഫസ്റ്റ് ഡേ ആണ്, നമ്മളും കുറച്ച് ടെൻസ്ഡാണ്, നമുക്ക് ഈ കുട്ടികൾ എങ്ങനെയാണെന്ന് അറിയാൻ വേണം. അപ്പം നമ്മൾ ആദ്യത്തെ ദിവസം ഉടനെ തന്നെ ചെന്ന് ലെസൺസ് ഒക്കെ പഠിപ്പിക്കാനായിട്ട് ഓക്കെ ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് നോട്ട് ബുക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നമ്മളെ തീരെ ഇഷ്ടപ്പെടില്ല, ഒട്ടും ഇഷ്ടപ്പെടില്ല. അതിനകത്ത് യാതൊരു ഡൗട്ടും വേണ്ട. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷൻ ഓഫ് കുട്ടികളാണ്. പണ്ട് നമ്മളൊക്കെ ഇരുന്ന് ടീച്ചർ പറയുന്നു അതേപോലെ എഴുതിയെടുക്കുന്നു, അങ്ങനത്തെ ഒരു പാറ്റേൺ ഓഫ് കുട്ടികളല്ല ഇപ്പോഴെന്ന് പറയുന്നത്. ഓക്കെ, ദേ വോണ്ട് ടു നോ അബൌട്ട് ദ ടീച്ചർ. അങ്ങനെയൊക്കെ ഉള്ള കുട്ടികളാണ്. അത് നമ്മളങ്ങോട്ട് ചെല്ലുമ്പോൾ അതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മനസ്സിലാവും. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മളെങ്ങനെയായിരുന്നോ അതേപോലെ ഒരു കാര്യം കുട്ടികളിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ദിവസം ചെല്ലുന്നതിൻ്റെ അന്ന് തന്നെ നമ്മൾ ഭയങ്കര പ്രൊഫഷണലിസം കാണിച്ച് ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും ഒക്കെ എടുക്കും, ഞാനിപ്പോൾ പഠിപ്പിക്കാൻ തുടങ്ങട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു 0 ആയി പോകത്തേ ഉള്ളൂ. പൊട്ടയാണ്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികളുടെ മുന്നിൽ. ഇൻസ്റ്റെഡ് നിങ്ങൾ അവരുടെ ഒരു ടേസ്റ്റ് എന്താണ്, അവരുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്, ജസ്റ്റ് വെറുതെ എങ്കിലും ഒന്ന് ചോദിച്ചതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, അത് അവർക്ക് നമ്മളോടുള്ള ഒരു പോസിറ്റീവ് അപ്രോച്ച് ഉണ്ടാക്കുകയും നമ്മുടെ ക്ലാസ്സിൽ അവർക്കൊരു ഇൻട്രസ്റ്റ് തോന്നുകയും ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ചെന്നിട്ട് പഠിപ്പിക്കാനങ്ങ് കയറാം, നമ്മളെക്കുറിച്ച് കൂടുതലൊന്നും പറയണമെന്നില്ല. ഞാൻ ദിസ് ഇസ് വാട്ട് ഐ ആം, ഇങ്ങനെ ഒരു ടീച്ചറാണ്, ഇന്ന സബ്ജക്റ്റാണ്, നിങ്ങളുടെ ടെക്സ്റ്റ് നോട്ട്ബുക്കൊക്കെ എടുത്തോളൂ, നമുക്ക് പോർഷൻസ് വേഗം കംപ്ലീറ്റ് ചെയ്യണം എന്നൊക്കെ നമുക്ക് വേണേൽ പണ്ട് പറഞ്ഞു തുടങ്ങാമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ പറയാൻ യാതൊരു രക്ഷയുമില്ല കേട്ടോ. കുട്ടികൾ സമ്മതിക്കത്തില്ല, അവർക്ക് അവരുടെ രീതി, നമുക്ക് നമ്മുടെ രീതി എന്ന് പറഞ്ഞ് പോകേണ്ടി വരും. അപ്പോൾ കുട്ടികളെ ആദ്യം കയ്യിലെടുക്കുക എന്നുള്ളത് ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ടീച്ചർ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇനി എൻ്റെ വകയുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ബി ഫേം ബട്ട് ഫ്രണ്ട്ലി. ഓക്കെ, നമ്മൾ ഫേം ആവേണ്ട സ്ഥാനത്ത് നമ്മൾ ഫേം ആവണം. കാരണം ഒരു ക്ലാസ് ടീച്ചർ അല്ലെങ്കിൽ നമ്മളൊരു സബ്ജക്റ്റ് എടുക്കാൻ ചെല്ലുമ്പോൾ ആ സമയത്ത് തീർച്ചയായിട്ടും നമ്മളാണ് ആ ഒരു ക്ലാസ്സിനെ കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ സെൻസിൽ നമ്മൾ കുറച്ച് ഫേം ആയിരിക്കണം, നമുക്കൊരു കമാൻഡിങ് പവറൊക്കെ ഉണ്ടായിരിക്കണം. ഓക്കെ, അതേസമയം തന്നെ നമ്മൾ കുറച്ച് ഫ്രണ്ട്ലിയും ആയിരിക്കണം. ചില ടീച്ചേഴ്സ് ഇപ്പം നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്തോ അല്ലെങ്കിൽ അല്ലാതെയൊക്കെ നമുക്കറിയാമല്ലോ, ഭയങ്കര സ്ട്രിക്റ്റാണ്, ഒരു കാര്യവുമില്ല, ഭയങ്കര സ്ട്രിക്റ്റാണ്, നമുക്ക് വരുന്നതുകൊണ്ടേ തന്നെ നമുക്ക് പേടിയായിരിക്കും. പക്ഷേ അങ്ങനെയുള്ള ക്ലാസ് ആക്ച്വലി നമുക്ക് ഒരു ഇൻട്രസ്റ്റും കാണത്തില്ല, നമുക്ക് ആ സബ്ജക്റ്റ് പഠിക്കാനും വലിയ താല്പര്യം കാണത്തില്ല. ഓക്കെ, ഇപ്പോൾ മാത്സൊക്കെ എന്ന് പറയുമ്പോൾ എനിക്കൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ പേടിച്ചായിരിക്കുന്ന മാത്സിൻ്റെയൊക്കെ ക്ലാസ്സിൽ, കാരണം വിളിച്ച് ചോദിച്ചാൽ എനിക്കൊന്നും ചെയ്യാൻ അറിയില്ല, അതായിരുന്നു എൻ്റെ പ്രോബ്ലം, എനിക്കതായിരുന്നു കേട്ടോ. അപ്പോൾ പക്ഷേ അതേസമയം കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സൊക്കെ വരും. അതായത് ഇപ്പോൾ ഒരു സോഷ്യൽ സയൻസ് ടീച്ചറായിരിക്കും, ചിലപ്പോൾ ഇംഗ്ലീഷ് ടീച്ചേഴ്സായിരിക്കും, ഓരോരുത്തർക്കും ഓരോ ഇതായിരിക്കും. കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സും വരും. അതേപോലെ തന്നെ അവർ കുറച്ച് കോമഡിയൊക്കെ നമ്മളോട് പറയുകയും ചെയ്യും, എന്നാൽ ചില സമയത്ത് വഴക്ക് പറയുകയും ചെയ്യും, വഴക്ക് പറയേണ്ട കാര്യങ്ങൾക്ക് വഴക്ക് പറയുകയും ചെയ്യും. എന്നാൽ നമുക്കറിയാം നമ്മളോട് അവർക്ക് സ്നേഹമാണ് എന്ന് നമുക്കറിയാം. നമ്മളിങ്ങനെ ക്ലാസ്സിൽ ടെററാക്കി നിർത്തുന്നതിന് പകരം നമുക്കറിയാം അവർക്ക് നമ്മളോടൊരു സ്നേഹമുണ്ട്. അങ്ങനെയുള്ള ടീച്ചേഴ്സ് വഴക്ക് പറയുമ്പോൾ നമ്മളാണെങ്കിലും നമ്മളിങ്ങനെ മിണ്ടാതെ നിൽക്കും. കാരണം നമ്മൾ പിന്നെ ചെന്ന് സോറി പറയും, മിസ്സേ അങ്ങനെ സംഭവിച്ചു പോയതാ, സോറി, ഇതൊക്കെ നമുക്ക് തന്നെ ചെന്ന് പറയാൻ തോന്നും. ആ പോയിൻ്റാണ് ഞാൻ ഉദ്ദേശിച്ചത്, ബി ഫേം ആൻഡ് ഫ്രണ്ട്ലി. ചില ടീച്ചേഴ്സ് എന്ന് പറഞ്ഞിരുന്നാൽ ഉള്ളി പോർഷൻസ് കംപ്ലീഷൻ, ആ കുട്ടികളുമായിട്ട് യാതൊരു അറ്റാച്ച്മെൻറ്റും കാണത്തില്ല, ഉള്ളി പോർഷൻസ് മാത്രം കംപ്ലീറ്റ് ചെയ്യുക, ആ ഒരു ആറ്റിറ്റ്യൂഡിൽ മാത്രം പോവുക. കുട്ടികൾ അവരെങ്ങനെ ഇരിക്കുന്നു, എന്തൊക്കെ ഉണ്ട് അവരുടെ വിശേഷങ്ങൾ, അങ്ങനെ ഒന്നും ചോദിക്കാത്ത ചില ടീച്ചേഴ്സ് ഉണ്ട്. ഒരിക്കലും അങ്ങനെ ആവരുത് കേട്ടോ. കുട്ടികൾക്ക് എപ്പോഴും അവരുടെ വിശേഷങ്ങൾ തിരക്കുകയും അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുകയും എന്നാൽ ഇടയ്ക്ക് 2 കൊട്ട് കൊടുത്ത് വഴക്ക് പറയുന്ന ടീച്ചേഴ്സിനോട് തന്നെയാണ് കുട്ടികൾക്ക് എപ്പോഴും ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്.
ഓക്കെ, അവർക്ക് എപ്പോഴും അങ്ങനെയുള്ള ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനായിരിക്കും അവരെപ്പോഴും ശ്രദ്ധിക്കുക. അവർക്ക് നമുക്ക് കുട്ടികളോട് സ്നേഹമുള്ള ഒരു ടീച്ചറാണെന്ന് കണ്ടു കഴിഞ്ഞിരുന്നാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ണുരുട്ടി നോക്കിയാൽ മതി, പിന്നെ അവരവിടെ മിണ്ടാതെ ഇരിക്കും. എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മൾ കൂടുതലൊന്നും പറയണമെന്നില്ല, നമ്മുടെ ആ ഒരു മൂഡൊന്ന് മാറുന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ മതി, അവരപ്പോഴേ അവിടെ മിണ്ടാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ അത് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു കാര്യമാണത്, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് തന്നെയാണത്. അപ്പോൾ ബി ഫേം, അതേസമയം ഫ്രണ്ട്ലിയും ആയിരിക്കണം. അപ്പം നമ്മൾ വഴക്ക് പറയേണ്ട കാര്യങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കേണ്ട കാര്യങ്ങൾ ഡെഫിനറ്റ്ലി വി ഹാവ് ടു ഗീവ് ദാറ്റ്. അതേപോലെ തന്നെ ഫ്രണ്ട്ലിയും ഫ്രണ്ട്ലി ആവുന്നതാണ് എപ്പോഴും കുറച്ച് നല്ലത്. എന്ന് വെച്ചിട്ട് ഓവർ ആവുക എന്നുള്ളതല്ല, പക്ഷേ കുട്ടികളോട് അവരുടെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുക, ക്ലാസ്സിൽ എങ്ങനെയൊക്കെ പോകുന്നുണ്ട് എന്നൊക്കെ ഒന്ന് അന്വേഷിക്കുക, ലഞ്ച് ബ്രേക്കിനൊക്കെ ഇടയ്ക്ക് ഒന്ന് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുക. അങ്ങനെയൊക്കെ ഉള്ള ടീച്ചേഴ്സിനോട് കുട്ടികൾക്ക് ഭയങ്കര കാര്യമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയും കൂടിയൊക്കെ ഒന്ന് ആവാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്കും കുറച്ചുകൂടെ ആ ഒരു എൻവയൺമെൻറ്റുമായിട്ട് നമ്മൾ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും. പ്രത്യേകിച്ച് ഇത് ഫ്രഷേഴ്സായിട്ടുള്ള ആദ്യമായിട്ട് പോകുന്ന ടീച്ചേഴ്സിനാണ് ഞാൻ ഈ ഒരു ഇൻസ്ട്രക്ഷനൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാൻ നേരം ഒരു പോസിറ്റീവായിട്ട്, അതായത് നമുക്കിനിയും അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് കാണാം, ആൻഡ് ഐ എക്സ്പെക്ട് ദിസ് ക്ലാസ് വിൽ ബി വെരി കോപ്പറേറ്റീവ് ടു മീ, അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് ആ ക്ലാസ് എൻഡ് ചെയ്യാനായിട്ട് നോക്കുക. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ചിരുന്നാൽ കുട്ടികൾ ടൈമിന് വർക്കൊക്കെ സബ്മിറ്റ് ചെയ്യും കേട്ടോ. അവരെ എപ്പോഴും എല്ലാവർക്കും അങ്ങനെയാണല്ലേ, ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, നമ്മൾ ബി.എഡിനൊക്കെ പഠിച്ചിട്ടില്ലേ, ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടുമ്പോഴാണ് കുട്ടികൾക്ക് എപ്പോഴും പഠിക്കണം അല്ലെങ്കിൽ ഇത് സബ്മിറ്റ് ചെയ്യണം എന്നൊക്കെ ഒന്ന് പറയുന്നത്. അതേപോലെ അസൈൻമെൻ്റ് ഒക്കെ ടൈംലി സബ്മിറ്റ് ചെയ്യുമ്പോൾ അവരോട് പേഴ്സണലായിട്ട് വിളിച്ച് നന്നായിട്ട് ചെയ്തു എന്നൊക്കെ ഒന്ന് പറഞ്ഞേക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാൻ നേരം ഇപ്പോൾ എനിക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു, ഐ റിയലി ലൈക്ക് ദിസ് ക്ലാസ് വെരി മച്ച്, സോ ഐ എം വെരി എക്സൈറ്റഡ് ടു ടീച്ച് ദിസ് ക്ലാസ്. അപ്പോൾ ഈ ക്ലാസ് പഠിപ്പിക്കാൻ ഞാനും വളരെ എക്സൈറ്റഡ് ആണ്. സോ അപ്പം നമുക്ക് ഒരു നല്ല ടേംസിൽ നമുക്ക് ഈ ഒരു അക്കാഡമിക് ഇയർ കംപ്ലീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു പോസിറ്റീവായിട്ട് അന്നത്തെ ഫസ്റ്റ് ഡേയിലുള്ള ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ലാസ്റ്റ് പോയിൻ്റാണ്. ബോറാവുന്നുണ്ടോ? ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഞാനിതൊക്കെ പറയുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് അത് നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോയിൻ്റാണ്. അനലൈസ് യുവർ സെൽഫ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ. അപ്പം നമ്മൾ ആ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയതിന് ശേഷം നമ്മൾ രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ ആണല്ലോ അന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മളൊന്ന് ആലോചിക്കണം. ഞാൻ അങ്ങനെയൊക്കെ ആലോചിക്കാറുണ്ട് കേട്ടോ. ചില ദിവസം ഒന്നുമില്ല, വെട്ടിയിട്ട പോലെ അപ്പോഴേ ഉറങ്ങി പോകാറുണ്ട്. എന്നിരുന്നാലും ചില ദിവസങ്ങളിൽ, മിക്ക ദിവസമൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കാറുണ്ട് അല്ലേ, ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത്. എന്നിട്ട് രാത്രി നമ്മളൊരു താങ്ക് യു ഒക്കെ പറഞ്ഞാണ്, ഞാൻ അങ്ങനെയാണ് എൻ്റെ ഒരു ഡേ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. നല്ലൊരു ദിവസം തന്നതിന് ദൈവത്തിന് നന്ദിയൊക്കെ പറഞ്ഞിട്ടാണ് കിടക്കാറുള്ളത്. അപ്പോൾ അനലൈസ് യുവർ സെൽഫ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ. ഇന്ന് നമ്മൾ വിചാരിച്ചതുപോലെ നമുക്ക് ക്ലാസ്സൊക്കെ എടുക്കാൻ പറ്റിയോ? അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും എവിടെയൊക്കെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം, എവിടെയാണ് നമ്മൾ ഫ്ലോപ്പായി പോകുന്നത്, എന്തൊക്കെയാണ് നമുക്ക് ചേഞ്ചസ് വരുത്തേണ്ടത് എന്നൊക്കെ ഉള്ളത് നമുക്ക് തന്നെ ഒരു സെൽഫ് അസസ്മെൻറ്റ് നമ്മൾ അന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇത് ഫസ്റ്റ് ആയതുകൊണ്ടാണ് കേട്ടോ എല്ലാ ദിവസവും പോയി അസസ്മെൻറ്റ് നടത്തുക എന്നുള്ളതെന്നല്ല. കാരണം ഗ്രാജുവലി നമുക്ക് തന്നെ അറിയാൻ പറ്റും എവിടെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം. നമ്മളൊരു 10 years മുന്നേ തുടങ്ങിയപ്പം ടീച്ചിങ് ഫീൽഡിലുള്ളവർ കാണുന്നുണ്ടെങ്കിൽ അവർക്കറിയാമല്ലോ, നമ്മൾ പണ്ട് തുടങ്ങിയ ആ ഒരു ലെവലിലല്ല നമ്മൾ ഇന്ന് നിൽക്കുന്നത്. നമുക്ക് ഇന്ന് അറിയാം കുട്ടികളുടെ ഒരു സൈക്കോളജി എന്താണ്, എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്കിന്ന് അറിയാം. അത് നമ്മൾ ഗ്രാജുവലി ആ ഒരു എക്സ്പീരിയൻസിന് പഠിച്ച് വന്നതാണ്. ഓക്കെ, അപ്പം ഇതിപ്പോൾ B.Ed കഴിഞ്ഞ് ആദ്യമായിട്ട് അങ്ങോട്ട് കയറുന്ന കുട്ടി ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ വീഡിയോ. അപ്പം നമ്മൾ ആ എൻഡ് ഓഫ് ദ ഡേ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക, എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ ഇന്നത്തെ ഒരു പെർഫോമൻസും, ഞാൻ എവിടെയൊക്കെയാണ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുക. എവിടെയൊക്കെ ചേഞ്ചസ് വരുത്തണം എന്നുള്ളത് ഉറപ്പായിട്ടും നമുക്ക് തന്നെ വരും. ചിലപ്പോൾ നമ്മുടെ വേ ഓഫ് കമ്മ്യൂണിക്കേഷനിലായിരിക്കും, ചിലപ്പോൾ നമുക്ക് ക്ലാസ് റൂം മാനേജ്മെൻറ്റിലായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ആ ഒരു പോസിറ്റീവ് വൈൻഡ് അപ്പ് ചെയ്യുന്ന ഒരു സെഷനിലായിരുന്നു കാണും. അങ്ങനെ എവിടെ നമുക്ക് ചേഞ്ചസ് വരുത്തണം എന്നുള്ള കാര്യം നമുക്ക് തന്നെ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയുമായിരുന്നു ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാനായിട്ടിരുന്നത്. അപ്പോൾ
എനിക്ക് മെസ്സേജസ് ഒക്കെ വരാറുണ്ട്. പുതിയ BEd ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളും അതേപോലെ BEd കഴിഞ്ഞ ആൾക്കാരും ജോലി ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരും ഒക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ എനിക്ക് വന്ന ഒരു മെസ്സേജാണ് ഇങ്ങനെ ഫസ്റ്റ് ഡേ ആണ് മാം എന്നൊക്കെ പറഞ്ഞ് വന്നപ്പോൾ അങ്ങനെ ഒരു മെസ്സേജ് വരുമ്പോഴാണ് ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്താലോ എന്ന് ഞാൻ ആലോചിച്ചത്. ടിപ്സ് എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് എന്ന് തോന്നുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നവരോട് എപ്പോഴും ഞാൻ വളരെ ഗ്രേറ്റ്ഫുള്ളാണ്. കാരണം ഒന്ന് വളരെ വളരെ ഒരു കുഞ്ഞു ചാനലാണ്, വലിയ ചാനലൊന്നും ആയിട്ടില്ല, കുഞ്ഞു ചാനലാണ്. വ്യൂസ് ആണെങ്കിലും ഒക്കെ എനിക്ക് വളരെ ലിമിറ്റഡ് ആണ്. പക്ഷേ എന്നിരുന്നാലും ഞാൻ അതിൽ വളരെ ഹാപ്പിയാണ് കേട്ടോ. ഉള്ളത് കൊണ്ട് നമുക്ക് ഓണം പോലെ പയ്യൊക്കെ വന്നോളും അല്ലേ. ബാക്കി വ്യൂസ് ആണെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും ഒക്കെ പയ്യൊക്കെ വന്നോളും നമ്മളെ. അപ്പം നിങ്ങൾക്ക് വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്, പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ട് എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യുക. എന്നെയും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ എന്നെയും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പം അതുവരെ ബൈ.